കാണിക്കും ഞാൻ. ഇന്നെ ഞാൻ കണ്ണി കാണിച്ചിട്ടേ ഞാൻ ഇന്നെ വിടും. ഇന്നെ ഞാൻ കണി കാണിച്ചിട്ടേ വിടൂ. ഇന്നെ ഞാൻ കണി കാണിച്ചിട്ടേ വിടൂ. ഇന്നെ ഞാൻ കണി കാണിക്കും ഞാൻ. ഈ ടിക്ടോക്കിലേക്ക് കയറിയിട്ട് ജീവിതം കളയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരെന്തിന്റെ പേരിലാണ് ഈ വെല്ലുവിളി നടത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ടിക്ടോക്കിൽ പൊതുവെ നടക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഈ പറഞ്ഞത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്നലെ മാധ്യമങ്ങളൊക്കെ ഒരു വാർത്തകൾ, ടിക്ടോക്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ട് വെല്ലുവിളിയായിട്ട് മലയാളിയായ ഒരാളെ കുത്തിക്കൊന്നു എന്നൊക്കെയാണ് വാർത്ത. ഷാർജയിലാണ്. ഈ ടിക്ടോക്ക് നമ്മുടെ നാട്ടിൽ നിരോധനമാണ്, ഗൾഫിലൊക്കെ അലോഡാണ്. ഇപ്പോൾ ടിക്ടോക്കിലെ ആളുകൾ വെല്ലുവിളിക്കുക, എന്നിട്ട് കണ്ണൂർ ഭാഗത്തുള്ള ഇസ്മായിൽ എന്ന പേരുള്ള ഒരാളെയാണ് കൊന്നു കളഞ്ഞത്. മൂപ്പരെ ജീവനാണ് നഷ്ടപ്പെട്ടത്. കൊലപാതകം നടത്തിയ ആളുകളും മലയാളികൾ തന്നെയാണ്. കൊല്ലം ഭാഗത്തുള്ള ഒരു 5 പേര് പോലീസ് കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ടിക്ടോക്കിൽ എന്തോ 2 പേരും തമ്മിൽ ഭയങ്കര വെല്ലുവിളിയായി. അങ്ങനെ ആ വെല്ലുവിളിച്ചിട്ട് ചോദിക്കാൻ ചെന്നതാണ് ആര്, ഇസ്മായിൽ. കൊല്ലം ഭാഗത്തുള്ള ആളുകളുടെ അടുത്തേക്കാണ് അവിടെ ഷാർജയിൽ ചെന്നത്. അങ്ങനെ അവിടുന്ന് അടിച്ച് അവൻ്റെ ജീവിതം, ഇതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഷാർജ പോലീസിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ കൊല്ലത്തുള്ള ആളുകൾ, 5 ആളുകൾ, ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് കസ്റ്റഡിയിലാണ്. എന്താണ് ഈ ടിക്ടോക്കിൽ നടക്കുന്നത്? പലർക്കും ഒരു പക്ഷെ അറിയിണ്ടാവില്ല. ടിക്ടോക്കിൽ നടക്കുന്ന കുറെ കഥകളുണ്ട്. പല ടിക്ടോക്ക് താരങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള, മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ടിക്ടോക്ക് സ്റ്റാറുകളുണ്ട്. പ്രത്യേകിച്ചിട്ട് സ്ത്രീകളാണെങ്കിലാണ് കൂടുതൽ ആളുകൾ കാഴ്ചക്കാരുണ്ടാവുക. ഇവർ ലൈവ് ഇടും. ലൈവ് ഇടുന്ന സമയത്ത് ഈ സ്റ്റിക്കർ കൊടുക്കും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പെണ്ണാണ്, അവർ ടിക്ടോക്കിലെ സ്റ്റാറാണ്. അവർ ലൈവ് ഇടുന്ന സമയത്ത് അവരിങ്ങനെ ഒരു അർദ്ധനഗ്നമായ ശരീരമോ അല്ലെങ്കിൽ ഭയങ്കര പഞ്ചാര വർത്താനങ്ങളൊക്കെയാണ് പറയുക. കാരണം ഇത് യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. നമ്മൾ 150 രൂപ കൊടുത്തിട്ടോ 200 രൂപ കൊടുത്തിട്ടോ സബ്സ്ക്രിപ്ഷൻ കാണിച്ചിട്ട് അതൊരു അഡൽട്ട് കണ്ടന്റ് ആക്കി മാറ്റുന്ന ആളുകളാണ്. ടിക്ടോക്കിൽ ഇവരിങ്ങനെ വരുമ്പോൾ ഇവർക്കൊരു ഉമ്മ കൊടുക്കാൻ, അപ്പോൾ ഇത് ചെയ്യുന്ന ആൾ, ലൈവ് ഇടുന്നത് ഒരു ലേഡി ഒരു മൊബൈലിലോ മറ്റോ ഇരുന്നിട്ട് ടിക്ടോക്കിൽ ഈ ലൈവ് ഇടുന്ന സമയത്ത് അവരുടെ ഫോളോവേഴ്സായ ആളുകൾക്ക് അവർക്കൊരു ഉമ്മ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പറന്ന് ചെന്നൊരു ഉമ്മണ്ട് പോകും. അപ്പോൾ ഇത് കൊടുക്കുന്ന ആള് ഈ ആരാണോ ടിക്ടോക്കിൽ ഇത് സ്റ്റാറായിട്ട് ലൈവ് ഇടുന്നതെങ്കിൽ അവളുടെ ചുണ്ടിലേക്ക് പോയിട്ടാണ് ഈ ഉമ്മ ചെല്ലുക. ഇതിന് നമ്മുടെ കയ്യിൽ സ്റ്റാർ വേണം. അപ്പോൾ നമ്മൾ കാശ് ചിലവാക്കിയിട്ടാണ് ഈ സ്റ്റാർ വാങ്ങുക. അങ്ങനെ എപ്പോഴും ലൈവ് ഇടുന്ന സമയത്ത് ആ ലേഡിക്ക് ആരാണ് കൂടുതൽ സ്റ്റാർ കൊടുക്കുന്നത്, അത് സിംഹാവാം, മൃഗങ്ങളുടെ പേരിലുള്ള പല സ്റ്റാർ ഉണ്ട്. ഈ സ്റ്റാർ കൊടുക്കുന്നവരായിട്ട് ഭയങ്കര കമ്പനി ഉണ്ടാവും. ഇതിൽ തെളിയിട്ട് ഭയങ്കര മത്സരവും വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗൾഫിലുള്ള പല യുവാക്കളും ഇതിന് അഡിക്റ്റായിട്ട് ഒരു കുടുംബത്തിന് കിട്ടേണ്ട കാശാണ് ഇങ്ങനെ ചെലവഴിക്കുന്നത്. ഗൾഫിലുള്ള ആളുകളുടെ ഭാര്യമാർക്കോ വീട്ടുകാർക്കോ ഇതിൻ്റെ അവസ്ഥ അറിയില്ല. ഈ ഗൾഫിൽ ഇങ്ങനെ കാശ് നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. ഇതിന് വേണ്ടിയിട്ട് പല സ്ത്രീകളും ഒരു മാസം തന്നെ 20-30 ലക്ഷം രൂപ ഇന്ത്യൻ മണി സമ്പാദിക്കുന്നവരുണ്ട്. കാരണം ഓരോരുത്തരും ഇത്തരത്തിൽ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എത്ര ഫണ്ട് ഇറക്കാൻ തയ്യാറാണ്, ഗിഫ്റ്റ് കൊടുക്കാൻ തയ്യാറാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാറിൻ്റെ 1% ആരാണോ ലൈവ് ഇട്ടതെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വരും. ഇത്ര പെർസെൻറ്റേജ് ആർക്ക് പോകും? ടിക്ടോക്ക് കമ്പനിക്ക് പോകും. ഇങ്ങനെ സ്റ്റാർ ഇടുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടിക്ടോക്ക് താരത്തിന് നമ്മളൊരു 10 സ്റ്റാർ കൊടുത്താൽ ആ 10 സ്റ്റാറിൻ്റെ നിന്നും നല്ലൊരു തുക ആർക്കാണ്? ലൈവ് ഇടുന്ന ആൾക്കാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റാർ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നല്ലൊരു തുക ചിലവാക്കിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാർ വാങ്ങുക. അപ്പോൾ അങ്ങനെ ഒരു ദിവസം തന്നെ ലൈവ് ഇടുന്നവർക്ക് 100 ആളുകൾ ഇങ്ങനെ സ്റ്റിക്കർ ഇട്ട് കഴിഞ്ഞാൽ ഒരു പണിക്കും പോവാതെ എന്ത് ചെയ്യാണ്? നന്നായിട്ട് കാശ് സമ്പാദിക്കുകയാണ്. ഇതാണ് ടിക്ടോക്കിൻ്റെ ലോകം. ഈ ടിക്ടോക്കിലേക്ക് കയറിയിട്ട് ജീവിതം കളയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരെന്തിൻ്റെ പേരിലാണ് ഈ വെല്ലുവിളി നടത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ടിക്ടോക്കിൽ പൊതുവേ നടക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നിട്ട് ടിക്ടോക്കിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുക. ഈ ലക്ഷങ്ങൾ ഇവർ സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു സാധാരണക്കാരനായ ഒരു മലയാളിയുടെ ലക്ഷങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത് എന്ന് മറക്കരുത്. അത് ആര് തിന്നേണ്ട കാശാണ്? വീട്ടിലേക്ക് മക്കൾ തിന്നേണ്ട കാശാണ്, ഭാര്യയ്ക്ക് കിട്ടേണ്ട കാശാണ്. സ്വന്തം വീട് പണി പോലും പൂർത്തിയാക്കാൻ പറ്റാതെ ഇതിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് കടക്കാരനായിട്ട് ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട ഒരാളെ എനിക്കറിയാം. ഇത്തരത്തിൽ നല്ല സ്റ്റാർ കൊടുത്താൽ ഈ ലേഡിയായിട്ട് നമ്പറൊക്കെ അവർ പേഴ്സണലി പിന്നെ കൊടുക്കും. പിന്നെ അവരായിട്ട് കോൺടാക്ട് ചെയ്യും. പിന്നെ അവരായിട്ട് പല പല സ്ഥലങ്ങളിൽ കറങ്ങും, ശാരീരികമായിട്ടൊക്കെ യൂസ് ചെയ്യും. ഇതിനൊക്കെ വേണ്ടിയിട്ട് പണം ചെലവഴിക്കാൻ ഒരു മടിയുമില്ല.
എത്ര പണം വേണമെങ്കിലും, ഒരു മദർസക്ക് ഫണ്ട് വെച്ചാൽ ഇവരെ കയ്യിൽ ഉണ്ടാവില്ല, ഒരു നല്ല കാര്യത്തിൽ ഒരു കുട്ടിയെ കെട്ടിക്കാനും ഇവരെ കയ്യിൽ ഉണ്ടാവില്ല, ഒരു സാംസ്കാരിക രംഗത്തിന് കാശ് വെച്ചാൽ ഉണ്ടാവില്ല. പക്ഷെ ഇതിനു വേണ്ടി പണം ചെലവഴിക്കാനൊക്കെ 100 ആളുകളുണ്ടാവും. അപ്പം ഞാനീ പറയുമ്പോൾ പല ആൾക്കാരും ടിക്ടോക്കിൻ്റെ പിറകിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉള്ളത്, ഇങ്ങനെ ഒരു എന്താ പറയുക സ്റ്റിക്കർ കൊടുത്തിട്ട് വലിയ കാശ് സമ്പാദിക്കുന്നതിനെ കുറിച്ച് അറിയണവരുണ്ടായിരിക്കാം, അറിയാത്തവരുണ്ടാവാം. അറിയാത്തവരാണെന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ സ്റ്റിക്കറുകളാണ്. ഈ ഒരു സ്റ്റിക്കർ കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എത്ര വേണമെങ്കിലും ഒലിപ്പിച്ചവർ സംസാരിക്കും. കുറച്ചൊക്കെ ഒരു ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ഒക്കെ ആയിട്ടാവും ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ലാത്ത ഒരാൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് നല്ല നിലയ്ക്ക് യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ടിക്ടോക്കിൽ അവരുടെ പ്രൊമോഷൻ വർക്കുകളൊക്കെ നടത്തിയിട്ട് അവനവൻ്റെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഏതൊരു സാധനം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, പോസിറ്റീവായിട്ടാണെങ്കിൽ ആ സാധനം പോസിറ്റീവാണ്. അതല്ല നമ്മൾ അതിൻ്റെ തെറ്റായ വശങ്ങളാണ് കാണുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ കിട്ടുള്ളൂ. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ബാഡ് കമൻറ്റുകൾ കണ്ടുക്കണോ? അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലാണ് എൻ്റെ ഒരു നിഗമനത്തിൽ വേറെ ഒരുപാട് യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ ഏറ്റവും കുറവ് തെറികളും അല്ലെങ്കിൽ ബാഡ് കമൻറ്റുകളും കുറവുണ്ടാവുക നമ്മുടെ യൂട്യൂബ് ചാനലാവും. ഇത് പിന്നെ അത്ര ആൾക്കാർ കാണില്ല, അതുകൊണ്ടായിരിക്കാം. അതേപോലെ സോഷ്യൽ മീഡിയയിലെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലും മറ്റ് യൂട്യൂബ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാഡ് കമൻറ്റുകളുടെ ഒരു പെരുമഴയാണ്. ആ ബാഡ് കമൻറ്റുകൾക്ക് മറുപടി ഇട്ടിട്ട് പിന്നെ വെല്ലുവിളിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിട്ട് തല്ലുണ്ടാക്കിയിട്ട് അവരവൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെടാന്നല്ലാതെ വേറെ എന്താ സംഭവിക്കുക? പാവം ആ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാള് ആവേശം കയറി വെല്ലുവിളിച്ചിട്ട് പോയതാണ്. ആ ജീവൻ ആ മയ്യത്താണ് ഇനി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രധാനം നമ്മൾ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവില്ലേ? ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ നമ്മളെ നിയന്ത്രിക്കരുത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിയന്ത്രിക്കണം. അപ്പോൾ ഞാനും ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഒരാൾ തന്നെയാണ്. നമ്മളിപ്പോൾ യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഭയങ്കര ബാഡ് കമൻറ്റ് വരാറുണ്ട്. നമ്മൾ ആ ബാഡ് കമൻറ്റിൻ്റെ ഇന്നോട് വെച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തെറി കേൾപ്പിക്കുന്നത്? ഓരോരുത്തരും നമ്മൾ ഓരോ സാധനം ഇടുമ്പോൾ തെറി പറയുന്നവർ പറയട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യണ്ട. അതിനെന്തിനാ നമ്മൾ മറുപടി പറയണം? എന്തിനാ നമ്മൾ ആ വഴിക്കേ പോകണ്ട? ഓരോരുത്തരുടെ സംസ്കാരം അത് വെല്ലുവിളിച്ച് അങ്ങോട്ട് ചെന്നിട്ട് ജീവൻ നഷ്ടപ്പെടുത്തുക. ഇപ്പോൾ ഗൾഫിൽ തന്നെ ഇപ്പോൾ അടുത്തൊരു 2 കൂട്ടർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ പിടിച്ചു മാറ്റാൻ ചെന്നവൻ്റെ കഴുത്തിൽക്കാണ് വെട്ടേറ്റത്. ആ പാവം യുവാവ് മരണപ്പെട്ടു. അതിനാ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് കാലത്തൊക്കെ ആ തല്ലിൽ അയാളില്ല, അയാൾ ആ തല്ല് പിടിച്ചു മാറ്റാൻ നോക്കിയതാണ്. ഇപ്പം ഈ അടുത്തൊരു പാകിസ്ഥാനി കുട്ടി, പാവം ആ പാകിസ്ഥാനി കുട്ടിനെ ഇവിടുന്ന് ഇങ്ങനെ കേൾക്കുകയാണ് പാകിസ്ഥാനികൾ മോശമാണ് മറ്റേതാ മറിച്ചതിന് 10 വയസ്സുള്ള കണ്ണൂർ തന്നെയുള്ള ഒരു മലയാളി പെൺകുട്ടി കുഞ്ഞിനെ സ്റ്റെയർ കേസിൽ കൂടെ കൊണ്ടുപോയിട്ട് 3-ാം നിലയിൽ താഴ്ത്തി കണ്ടിട്ടു. ആ കുഞ്ഞ് മരണപ്പെട്ടു. ആ കുഞ്ഞ് ചെയ്ത കുറ്റം എന്താണ്? പാകിസ്ഥാനിയുടെ കുട്ടിയായിട്ട് ജനിച്ചതോ? ഉള്ളിൽ വിദ്വേഷം, വർഗീയ വിദ്വേഷം. ഒരു തമിഴ് പെൺകുട്ടിയും 10 വയസ്സുള്ള മലയാളി രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്തത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറ് സോഷ്യൽ മീഡിയ കൾച്ചർ ഉണ്ട്. സോഷ്യൽ മീഡിയ നമ്മൾ എന്ത് സംസാരിക്കണം, നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുക സോഷ്യൽ മീഡിയയിലാണ്. ആരോട് എന്തും തെറി പറയാം. എനിക്ക് ഓർമ്മയുണ്ട്, തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ഇലക്ട്രിക് പോസ്റ്ററിൽ ആരുടെ ഫോട്ടോ വെച്ചോ അയാളൊന്നും തോൽക്കലുണ്ട്. അതിൻ്റെ കുറ്റമില്ലല്ലോ, എന്തോ അങ്ങനെ സംഭവിക്കലുണ്ട്. ഇതിന് മുൻപത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ആരുടെ ഫോട്ടോ വെച്ചു ആ തെരഞ്ഞെടുപ്പിൽ അയാൾ തോറ്റു. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു, അയാൾ തോറ്റു. ഇപ്പോഴത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരാളെ ഫോട്ടോ ആണ് വെച്ചിരുന്നത്. ഞാൻ അപ്പോൾ വീഡിയോ ഇട്ടു. ഈ ഒരു അവസ്ഥയിൽ ഇയാൾ തോൽക്കാൻ സാധ്യത ഉണ്ട് എന്ന്. അങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ട്. ഭാഗ്യവശാലാണ് നിർഭാഗ്യവശാലാന്ന് അറിഞ്ഞൂടാ, ആൾ തന്നെയാണ് തോറ്റത്. ഇത് എന്നെ അറിയുന്ന, ഞങ്ങൾ സംസാരിക്കുന്ന, ഒന്നിച്ച് യാത്ര ചെയ്ത് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച ഒരാൾ ഗംഭീരമായ തെറി. അപ്പോൾ നേർക്ക് നേരെ കാണുമ്പോൾ സ്നേഹവും സന്തോഷവും പങ്കിടുന്ന ഒരാൾ സോഷ്യൽ മീഡിയ വഴി തെറി പറയുന്ന ഒരു കൾച്ചർ. അപ്പോൾ അതാണ് അവൻ്റെ കൾച്ചർ. ആ കൾച്ചർ അവനക്ക് നമ്മുടെ മുമ്പിൽ സംസാരിച്ച് നല്ല മയപ്പെടുത്തിയിട്ട് അഭിനയിക്കും. ഒരു യഥാർത്ഥ സ്വഭാവം ഇവിടെ വെളിപ്പെടും. സോഷ്യൽ മീഡിയയിലെ ഒരു മൊബൈലിന് മുൻപിലോ ലാപ്ടോപ്പിൻ്റെ മുൻപിലോ കമ്പ്യൂട്ടറിൻ്റെ മുൻപിലോ ഇരുന്നിട്ട് തെറി പറഞ്ഞിട്ട് പുറത്തേക്ക് വരും. ഗൾഫിലുള്ള ആളുകൾ, ടിക്ടോക്ക് ഉപയോഗിക്കുന്ന ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല, നിങ്ങളുടെ കുടുംബം മറന്നുകൊണ്ട് നിങ്ങളുടെ പണം മുഴുവനും അതിൽ ചെലവഴിക്കുന്ന ഒരു രീതിയിലേക്ക് ആകരുതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ലോകകപ്പ് ജൂൺ 11 ആരംഭിക്കുകയാണ്. ലോകകപ്പിൽ ഇതാദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ, അതും ഒരു മലയാളി പങ്കെടുക്കുന്നുണ്ട്. തലശ്ശേരിക്കാരനാണ്. ആ മലയാളിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. 19 വയസ്സുള്ളൂട്ടാ. 19 വയസ്സുള്ള ഒരു ചെറുക്കൻ, ഫുട്ബോളിന്റെ വാപ്പ്, വലിയ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടീമിലുണ്ടായിരുന്നു. ജോ പോളഞ്ചിയുടെ കൂടെ കളിച്ച ഒരാളാണ്. ആ വാപ്പാക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു സ്വപ്നം മകനിലൂടെ പൂർത്തീകരിക്കുകയാണ്. ഇവൻ ഖത്തർ ടീമിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഖത്തർ ടീമിന് വേണ്ടി കളിച്ച ആളാണ്. അതിൻ്റെ ക്ലബിന് വേണ്ടി കളിച്ച് ഇപ്പോൾ ഖത്തർ ടീമിലെ അംഗമായിട്ടാണ് ഇവൻ ലോകകപ്പിന് പോകുന്നത്. ഖത്തർ ലോകകപ്പിലുണ്ട്. അപ്പോൾ ഖത്തർ അവരുടെ ഒഫീഷ്യൽ ടീമിലെ അംഗങ്ങളെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ 19 വയസ്സുള്ള
മലയാളിയായ താലശ്ശേരിക്കാരനായ ചെറുക്കൻ ലോകകപ്പ് ഫുട്ബോൾ തട്ടാൻ പോകണം. അപ്പൊ നമ്മുടെ ടീം ഇപ്പോൾ ഏതായി? ഖത്തറിൽ നമ്മുടെ ഒരു മലയാളി ജയിച്ച് കാണാൻ നമ്മൾ ആഗ്രഹിക്കൂലേ? ആ ഒരു കുട്ടിയുടെ പേരെന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ കുട്ടിയുടെ ഫോട്ടോ ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവരും അറിയുന്ന ആളുകൾ ആ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തീരെ ഉത്തരം കിട്ടൂല്ലെങ്കിൽ ഇത് പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി, അതിലുണ്ടാവും, ഇവൻ്റെ പേരുണ്ടാവും. അപ്പോൾ ഓക്കെ, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.